ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് പാൽപ്പൊടി ചെയ്തെടുക്കാൻ പറ്റും. അതും വെറും ഒരു ചേരുവ മാത്രം വെച്ചിട്ട് 1 ലിറ്റർ പാൽ മതി നമുക്ക് വീട്ടിൽ വളരെ സൂപ്പറായിട്ട് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് മിൽക്ക് പൗഡർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാൽപ്പൊടി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ ബ്യൂട്ടി ടിപ്പും നിങ്ങൾക്ക് ഫ്രീ ഷോപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽസും എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, കാരണം നമ്മളിപ്പോൾ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ബ്യൂട്ടി ടിപ്സ് പറയാനായിട്ട്. അതുമാത്രമല്ല ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം കെമിക്കൽ പ്രോഡക്റ്റ്സ് ഒന്നും ഫേസിൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഇന്ന് നമുക്ക് ഒരു ബ്രാൻഡിൻ്റെ പരിചയപ്പെടാം. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു പ്രോഡക്റ്റാണ്, മമാഎർത്തിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ മമാഎർത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടുമിക്ക നല്ല ടോപ്പ് ബ്രാൻഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അതായത് കെമിക്കൽ ഫ്രീ ആയിട്ടും പാരബൻ ഫ്രീ ആയിട്ടുള്ള നമ്പർ 1 പ്രോഡക്റ്റ് തന്നെയാണ് മമാഎർത്തിൻ്റെതെല്ലാം. അപ്പോൾ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരു ഫേസ് മാസ്ക് ആണ്, ഞാൻ അപ്ലൈ ചെയ്യുന്നൊരു ഫേസ് മാസ്ക് ആണ്. ഇതെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ബെനിഫിറ്റാണ്. അതായത് നമുക്കിത് യൂസ് ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫേസിലൊരു ഗ്ലോ വരും. പിന്നെ അത് മാത്രമല്ല ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. അതായത് സ്കിന്നിൽ എന്തെങ്കിലും ചുളിവോ പാടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മാറും. ഇത് അപ്ലൈ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒരു പാക്കിംഗ് എന്ന് പറഞ്ഞാൽ മമാഎർത്തിൻ്റെ പാക്കിംഗ് ഇതാണ്. വളരെ ഫ്രണ്ട്ലിയാണ് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. മമാഎർത്തിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് 100 ഗ്രാമാണ്. ഈ 100 ഗ്രാമിന് എന്ന് പറഞ്ഞാൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 499 രൂപയുണ്ട്. പക്ഷേ ഇത് ഞാനിപ്പോൾ വാങ്ങിയത് ഒരു ഡിസ്കൗണ്ടിലാണ്. ഈ ഒരു ഡിസ്കൗണ്ട് എനിക്ക് തന്നിട്ടുള്ളത് ട്രെൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് ട്രെൽ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ടോപ്പ് ബ്രാൻഡ്സും അവിടെ വളരെ റീസണബിൾ റേറ്റിനാണ്. അതായത് നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വേറെ ഏത് ഓൺലൈൻ വെബ്സൈറ്റുകൾ നോക്കിയാലും ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വളരെ എമൗണ്ട് കുറച്ചിട്ടാണ്. പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഞാൻ ഇവിടെ ഒരു കൂപ്പൺ കോഡ് കാണിക്കാം. ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 20% കിട്ടും. പിന്നെ അത് ട്രെൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ 25% ഫസ്റ്റ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് റെഡ്യൂസ് ആവും. അതിൻ്റെ കൂടെ എക്സ്ട്രാ 20% കൂടെ റെഡ്യൂസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കാണുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് എല്ലാം കൂടെ നമുക്ക് എങ്ങനെ പോലെ 50 to 70% വരെ ഓരോ പ്രോഡക്റ്റിനും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ തന്നെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിൽ ഉള്ള റേറ്റും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ വാങ്ങിച്ച റേറ്റും ഞാൻ ഈ സൈഡിൽ കാണിക്കാം. അപ്പോൾ ട്രെൽ എന്ന ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ഷോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക, ലിങ്ക് ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്യുക. ട്രെൽ എന്ന ആപ്ലിക്കേഷൻ ഡയറക്റ്റായിട്ട് കയറുക. ഇപ്പോൾ ഈ മമാഎർത്തിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടുന്ന ക്വാണ്ടിറ്റി എത്രത്തോളം വേണം എന്നുള്ളത് നോക്കുക. അതിനുശേഷം ആഡ് ടു ബാഗ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് നിങ്ങളുടെ ബാഗിലോട്ടായിരിക്കും അത് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അടുത്തൊരു പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട്, ബ്ലെമിഷസിൻ്റെ ഫേസ് ക്രീം. ഈ മമാഎർത്തിൻ്റെ തന്നെയാണ്. അതും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആഡ് ടു ബാഗ് ചെയ്യാം. ഈ 2 പ്രോഡക്റ്റ് നിങ്ങളുടെ ബാഗിൽ ചെന്ന് കിടക്കും. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് ബാഗിൽ പോവുക. ബാഗിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള 2 പ്രോഡക്റ്റ്സ് ഉണ്ടാവും. അതിൻ്റെ ഒറിജിനൽ പ്രൈസ് അവിടെ ഉണ്ടാവും. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ആ ഒരു കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രൊസീഡ് ആവും. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് എത്രയാണ് ഡിസ്കൗണ്ട് വന്നിട്ടുള്ളതെന്ന് അവിടെ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ ഫ്രീ ഷിപ്പിംഗ് മാത്രമല്ല, ഇതിൽ നമുക്ക് ട്രെല്ലിൻ്റെ ക്യാഷ് കിട്ടുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. ഓരോ ട്രെൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഓരോ രൂപയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ട്രെല്ലിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിന് ഈ ഒരു ആപ്ലിക്കേഷൻ ഷെയർ ചെയ്തുകൊണ്ടും നമുക്ക് ഷോപ്പ് ചെയ്തുകൊണ്ടും ഈ ആപ്ലിക്കേഷനെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു പ്രോഡക്റ്റാണ്, അത് ഫേസ് ക്രീമാണ്. അത് മമാഎർത്തിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫേസ് ക്രീമൊക്കെ വേറെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ യൂസ് ചെയ്യാം, പക്ഷേ ഒരുപാട് കെമിക്കൽസ് ഇല്ലാത്ത നാച്ചുറലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് എപ്പോഴും നല്ലതാണ്. കുറച്ച് ക്യാഷ് കൂടിയാൽ പോലും നമ്മൾ നല്ലതാണ് എന്ന് പറഞ്ഞ് തന്നെയാണല്ലോ നമ്മൾ വാങ്ങുന്നത്. പക്ഷേ ഈ ഒരു ട്രെൽ ആപ്ലിക്കേഷൻ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ അധികം റേറ്റും കൊടുക്കേണ്ട, നല്ല ക്വാളിറ്റിയിൽ നല്ല ബ്രാൻഡ് സാധനം നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയും ബെറീസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ്, ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. പിന്നെ ഈ ഒരു 2 പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക, ലിങ്ക് പ്രസ് ചെയ്യുക. നമ്മുടെ ഈ ഒരു കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 50 to 70% വരെ മറ്റ് ഏതൊരു സൈറ്റിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്നേക്കാളും പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പാല് കാച്ചില്ലേ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാലെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം കുറിക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ അത് മാത്രമല്ല പാൽപ്പൊടിക്ക് നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരു ടിപ്സാണ്. അപ്പോൾ കട്ടിയില്ലാത്ത പാലെടുക്കരുത്, നല്ല കട്ടിയുള്ള പാലെടുക്കുക. ഇനി സാധാരണ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തിളച്ച് പൊങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം.
അപ്പോൾ പാൽ ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കാരണം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇത് പാൽ തിളച്ച് പൊങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ പകുതിയോളം വറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ സൈഡിലോട്ട് ഇതുപോലെ ചെറുതായിട്ട് പാൽപ്പാട് ഇങ്ങനെ കട്ട പിടിച്ച് വരും. അതൊക്കെ നമുക്കിങ്ങനെ ഇളക്കിയിട്ടിട്ട് ആ പാലിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ലാസ്റ്റായിട്ട് നല്ല കട്ടിയായിട്ടുള്ള പാൽപ്പാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ടിയുള്ള പാൽ എടുക്കുവാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും. ഇല്ല നമ്മൾ ലൂസായിട്ടുള്ള പാലാണ് എടുക്കുന്നതെങ്കിൽ അത്ര പെട്ടെന്ന് കുറുകില്ല, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ വരുന്ന പാൽപ്പാടയെല്ലാം നമുക്ക് അതിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയമൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയ തരിതരിപ്പ് വരുന്ന സമയത്ത് നമ്മൾ കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വിട്ട് കിട്ടും. ജസ്റ്റ് ഏകദേശം നമുക്ക് ഈ കാണുന്നില്ലേ, ഇതുപോലെ ഒന്ന് വിട്ട് കിട്ടും. ഈ സമയത്തൊന്നും ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ, അതായത് ഈ പാനിൽ നിന്ന് ജസ്റ്റ് സ്പാച്ചില വെച്ച് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വരുവാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരുപാട് ഫ്ലെയിമിൽ ഇട്ടിട്ട് കട്ടിയാക്കണ്ട. ഇനി നമുക്ക് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് കട്ടിക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്നെടുത്ത് കയ്യിലെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ എത്രത്തോളം നമ്മൾ നൈസായിട്ട് ഇതുപോലെ പരത്തി വെക്കുന്നോ അത്രത്തോളം പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഒരുപാട് കട്ടിക്ക് നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കരുത്. അപ്പോൾ ഇത് ഉണങ്ങി കിട്ടാൻ 2 ദിവസത്തോളം എടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം മതി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് വളരെ തിന്നായിട്ടുള്ള ചെറിയ ചെറിയ ഷീറ്റായിട്ടാണ് ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഏകദേശം 2 പ്ലേറ്റിൽ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉണക്കാനായിട്ട് വെക്കുമല്ലോ, വെക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ അടുക്കിച്ച് വെക്കരുത്. അപ്പോൾ ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. വെയിലത്താണ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. ഇനിയല്ല ഫാനിൻ്റെ താഴെയാണ് വെക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 2 ദിവസം വരെ, ഇപ്പോൾ മഴയൊക്കെ അല്ലേ, ഏകദേശം 2 ദിവസം വരെ എടുക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട്. ഇപ്പം ഞാൻ വെയിലത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ക്രിസ്പി ആവുന്നത് വരെ വേണം നമ്മളിത് ഉണക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റുമ്പോൾ ഒട്ടും തന്നെ നനവില്ലാത്ത മിക്സിയുടെ ജാർ എടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണക്കി വെച്ചേക്കുന്ന ഒരു മിൽക്ക് പൗഡറിൻ്റെ ചിപ്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതി എന്നുണ്ടെങ്കിൽ അതായാലും മതി. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള മിൽക്ക് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ഫ്ലേവേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രിസർവേറ്റീവോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൽപ്പൊടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ഗീവ് അവേ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഗീവ് അവേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബട്ടർ കേക്ക് ചെയ്തിരുന്നു. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എത്രയാണ്, എന്തൊക്കെയാണ് ചേർത്തതെന്നാണ്. അപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.